ഹേ ഗായ്സ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊളിറ്റിക്സിൽ വലിയ അറിവില്ല. സോ ഞങ്ങൾ ഡിസ്ക്ലെയിമർ, ഇത്രയും നല്ലൊരു പൊളിറ്റിക്കൽ അനാലിസിസ് ഇത്രയും ഓണസ്റ്റ് ആയിട്ട് ആര് ചെയ്യും? അതെ, പക്ഷെ അപ്പൊ ഞങ്ങൾ ഈ ഒരു കോമഡി ലെഷർ പോഡ്കാസ്റ്റിൽ പറയുന്നത് ഞങ്ങൾ കുറച്ച് ഇൻസൈറ്റ്സ് ആണ്. അതിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ സംസാരിക്കണുള്ളൂ, കാരണം ആ ടോപ്പിക്കിൽ മാത്രമാണ് ഞാൻ ഒരുപാട് ഔട്ട്റീച്ച് എനിക്ക് കിട്ടിയത്. ഒന്നല്ല ആകെയുള്ള ടോപ്പിക് വെച്ചാൽ സുരേഷ് ഗോപി തൃശ്ശൂരില് BJP പാർട്ടിക്ക് വേണ്ടി പ്രതിനിധീകരിച്ച് എലക്ഷൻ ജയിച്ചു. അപ്പം ഒന്നെന്നുള്ളത്, ഈ സുരേഷ് ഗോപി ഒരു കഴിഞ്ഞ ഇലക്ഷൻ മുതൽ തന്നെ ആൾക്കാർ മറ്റേ ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ മീം കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഭയങ്കര ഒരു, അതായത് മീം വേൾഡില് സുരേഷ് ഗോപി എന്ന പൊളിറ്റീഷ്യൻ സുരേഷ് ഗോപി എന്ന ആക്ടറിനെക്കാട്ടിലും റെലവൻറ്റും ഫേമസും ആണ്. അതെ, സുര എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഈ എലക്ഷൻ ജയിച്ച പാടന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഈ മീം കൾച്ചറും അതേപോലെ കുറെ മീംസ്, അതായത് സുര എന്നുള്ള ഈ ഒരു ക്യാരക്ടറിനെ ഇവര് പണ്ട് ഈ ദശമൂലം എന്നുള്ള ക്യാരക്ടറൊക്കെ ഈ ട്രോളന്മാരങ്ങോട്ട് ആഘോഷിച്ച പോലെ സുര എന്നുള്ള ഈ ഒരു ക്യാരക്ടർ ആഘോഷിച്ചത് കൊണ്ട് കുറെ ന്യൂ ജനറേഷൻ പിള്ളേര് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇതിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ രസകരമായിട്ട്. ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ മീംസ് ഒക്കെ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അവരൊക്കെ വിചാരിച്ചപ്പോ ഇങ്ങനെ എലക്ഷൻ ഒക്കെ ജയിക്കാൻ മാത്രം ഇല്ല, ഇവര് രസകരമായിട്ട് കമന്റ് ഇട്ടതാണ്. പക്ഷെ തീർച്ചയായിട്ടും മേ ബി ഒരു 18 വയസ്സായവർ ഒക്കെ പറഞ്ഞാല് ഇപ്പോഴും ചെറിയ പിള്ളേരല്ലേ. അപ്പം അവര് ചിലപ്പോ അവരാണെങ്കിൽ ഞാൻ കണ്ടെടുത്തോളം അവർ ഈ മീംസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന പോലെയാണ്. ഞങ്ങളും കൺസ്യൂം ചെയ്തിരുന്നു ആ ഒരു പ്രായത്തിൽ. പ്രായം കുറഞ്ഞ പിള്ളേർ അപ്പൊ ചിലപ്പം മേ ബി യെസ്. പിന്നെ ഞാൻ അതില് മനസ്സിലാക്കിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ എനിക്ക് നമ്മൾ കുറേ കാലം പറഞ്ഞിരുന്നല്ലോ, അതായത് കേരളത്ത് ഒരിക്കലും BJP വരൂല, കേരളത്ത് എന്ത് വന്നാലും BJPക്ക് ഒരു സീറ്റ് കിട്ടൂല എന്നൊക്കെ. ചില ആൾക്കാർ പറഞ്ഞു സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് ആ വോട്ടൊക്കെ ലഭിച്ചത്. ആസ് എ പേഴ്സൺ മൂപ്പരുടെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നല്ലതാണ്, ഹി കുഡ് ബി എ ഗ്രേറ്റ് ലീഡർ എന്നുള്ള രീതിയിലാണ് ആൾക്കാര്. നിങ്ങൾക്കും ആകാൻ കോടീശ്വരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആസ് എ പേഴ്സൺ. അതെ, ഭയങ്കര സ്വീറ്റും കാര്യമൊക്കെ ആയിരുന്നു. പക്ഷെ ഈ BJP എന്ന പോലത്തെ ഒരു പാർട്ടിനെ പ്രതിനിധീകരിച്ച് നിന്നതുകൊണ്ടാണ് ആൾക്കാർക്കൊക്കെ ഇതിനോട് എതിർപ്പുണ്ടായതും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു അനലൈസിസിൽ തോന്നിയ സംഭവം ആണ്, അതായത് കേരളത്ത് കുറേ BJP സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷെ BJPൻ്റെ ഈ ഒരു, അതായത് BJPനെ എല്ലാവരും അത്രക്കും ബാഷ് ചെയ്താണ്ടാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വോക്കലാവാൻ പറ്റുന്നില്ല, പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇത് മനസ്സിലാക്കുന്നപ്പോൾ, ഒന്ന് സുരേഷ് ഗോപിന്റെ ഈ ഒരു വിജയം എന്നുള്ളത്, രണ്ട് എന്നുള്ളത് ഈ സുരേഷ് ഗോപിന്റെ വിജയത്തിനൊക്കെ ഈ ഓരോ മീംസിന്റെ ഇതിലൊക്കെ കമന്റ്സിലൊക്കെ കൺഗ്രാറ്റുലേഷൻ ടു സുരേഷ് ഗോപി അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറഞ്ഞാണ്ട് ഒരു റെഡ് ഫ്ലാഗിന്റെ ഒരു കമന്റ് ഒക്കെ ഇടുമ്പോൾ സംഭവം അതൊരു ഹിന്ദു മിത്തോളജിന്റെ ചാൻഡ് ആണ്, ഓക്കെ. പക്ഷെ ഇവരുടെ പ്രൊഫൈലും ഇതിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇവര് ഏതൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ജയ് ശ്രീറാം എന്നും ഈ ഒരു റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ ടെററിസ്റ്റ് ആയിട്ട് അതെ, ഒരു പ്ലെയിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല് ഒരിക്കലും അതൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെയാണ് ഈ ഒരു സംഭവം. അപ്പം ഈ കമൻറ്റ്സ്, ഇതൊരു മലയാളി മീം പേജിൽ വന്ന വീഡിയോ, ഇതിൻ്റെ വീഡിയോയിൽ വന്ന ഈ ഒരു കമൻറ്റിന് തന്നെ 5000 6000, ചില കമൻറ്റിനൊക്കെ 13K ലൈക്സ് ഒക്കെയാണ് കമൻറ്റിന് വരുന്നത്. അപ്പം ഈ കമൻറ്റിന് ലൈക്ക് ചെയ്യണവരെന്താ, ഇത് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ഇത് റൂട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളെ നാട്ടിൽ കുറേ BJP സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഈ ഒരു കുറേ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി, ഒരു സീറ്റുള്ള 2 സീറ്റും 2 സീറ്റുള്ള 4 സീറ്റൊക്കെ ആകുമ്പോൾ ഇവരുടെ ആ ഒരു സ്ട്രെങ്ത്തും ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കൂടി വരും. അതെ, അപ്പം അതെ ശരിയാണ്, വ്യക്തി എന്നുള്ളത് നോക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തതും സുരേഷ് ഗോപി ജയിച്ചതൊക്കെ.
പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അങ്ങേര് റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിന്റെ ഐഡിയോളജീസ്, പാർട്ടിന്റെ പ്രൊപ്പഗണ്ട, വാട്ട് ദേ ആർ റൂട്ടിങ് ഫോർ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടടാ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേ LDFോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒക്കെ ആണെന്ന് വിചാരിച്ചോ, പക്ഷെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുന്ന ആള് ഇവര് സംഭവം LDFോ UDF അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പക്ഷെ അവർ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സുരേഷ് ഗോപി അത്രയും ഒരു സ്ട്രോങ്ങർ കാൻഡിഡേറ്റ് ആയിരിക്കും ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഒരു BJP ഒക്കെ പോലത്തെ പാർട്ടിയിൽ ഒരാൾ വന്നിട്ട് ഇവർ കുറേ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു. അപ്പം ശരിയാണ്, ഈ ഐഡിയോളജി ഒക്കെ ആയിട്ട് ഇവർ എഗ്രി ചെയ്യുന്നില്ല. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ എവറി ഡേ ലൈഫിൽ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഈ കാൻഡിഡേറ്റിന്റെ പാർട്ടിയാണ്, അല്ലാതെ ഈ UDF LDF ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ടും ജയിച്ചൂടെ? അപ്പൊ അവര് മറ്റേ ലോജിക്കാ യൂസ് ചെയ്യുന്നത്, അതായത് ഈ വ്യക്തിക്കാണ് ഞാൻ വോട്ട് ചെയ്തത്, പാർട്ടിക്കല്ല. പിന്നെ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് സുരേഷ് ഗോപിന്റെ എതിരെ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ ആരാന്നും കൂടി അറിയില്ല. എന്നിട്ടാണോ നീ ക്യാമറ ഓണാക്കി സംസാരിക്കുന്നത്? അല്ല, കാരണം എനിക്ക് തോന്നുന്നില്ല അവർ അത്ര പോപ്പുലർ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. ഞാൻ എവിടെയും പേരിട്ട് ഒരു ഏറെക്കുറെ ഒരു ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ പേരും ഇതൊക്കെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ മുഴങ്ങിയൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോ ഫേമസ് ആയിരിക്കും. ഞാനതാണ് ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും സംസാരിക്കാത്ത. ഓക്കെ, ഞാൻ പൊളിറ്റിക്സ് അല്ല, ഞാൻ ഈ ഒരു സുര മീംസ്, ആ ഒരു മീം കൾച്ചർ, പിന്നെ അതേപോലെ ഈ കമന്റ്സിന് വന്ന ലൈക്സ്, ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന BJP സപ്പോർട്ടേഴ്സ്, ഇങ്ങനെയുള്ള സംഭവത്തിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ വന്നത്. അത് മാത്രമല്ല, ഈ ഒരു എലക്ഷനില്, അതായത് ഇന്ത്യ ഒട്ടാകെ നടന്ന ഈ എലക്ഷനില് ഒരുപാട് ഫിലിം സ്റ്റാർസ് ഈ ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്നാണെങ്കിൽ സുരേഷ് ഗോപി, പിന്നെ ചിരഞ്ജീവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഇലക്ഷനിൽ നിന്നാണ്ട് ജയിച്ചു. പിന്നെ അതേപോലെ കൃഷ്ണകുമാർ ആരാ? മല്ലു കർഡാഷ്യൻസിന്റെ പിന്നെ വേറൊരു ആക്ടർ ഉണ്ടായിരുന്നു ഇതേപോലെ, സൗത്ത് ഇന്ത്യൻ ആക്ടർ തന്നെ തോന്നുന്നു. ഇങ്ങേരും ഭയങ്കര ഭൂരിപക്ഷത്തോടൊക്കെ ജയിച്ചു എന്നൊക്കെയാണ് കേട്ടത്.